ജൻസികൾ തുടങ്ങിവെച്ച പ്രക്ഷോഭങ്ങൾ അവർ തുടങ്ങി വെച്ചത് ഏഷ്യയിൽ നിന്ന് ലാറ്റിൻ അമേരിക്ക വരെ നമ്മളത് കണ്ടതാണ്, വർഷങ്ങളായി നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. ആ പ്രക്ഷോഭങ്ങളൊക്കെ എത്രത്തോളം പ്രശ്നങ്ങൾ ഉണ്ടാക്കി എന്നുള്ളത് ലോകത്തൊന്നാകെ അറിയാവുന്ന കാര്യമാണ്. അതുകൊണ്ട് തന്നെ അവരെ പേടിക്കേണ്ടിയിരിക്കുന്നു. പ്രത്യേകിച്ച് ഇത്രയധികം ഫാൻ ഫോളോവേഴ്സ് ഇവർക്കുണ്ടാകുന്നൊരു സാഹചര്യത്തിൽ നമുക്കറിയാം മറ്റ് രാഷ്ട്രീയ പാർട്ടികളെയൊക്കെ പിന്തള്ളിയാണ് ഇവർ ഇപ്പോൾ മുൻപന്തിയിലെത്തി നിൽക്കുന്നത്. പലരും പറയും ജൻസികൾക്ക് ഈ സമൂഹവുമായി ഒരു ബന്ധവുമില്ല, അവർ അവരുടെ ലോകത്താണ് എന്നുള്ളത്. പക്ഷെ ഒരു കാര്യം മനസ്സിലാക്കണം, ഈ പഴയ തലമുറയിലെ ആളുകൾ കാലങ്ങളായി ആർജിച്ച ഒരുപാട് തിരിച്ചറിവുകളിൽ നിന്ന് അനുഭവങ്ങളിൽ നിന്നൊക്കെ സമ്പാദിച്ച കാര്യങ്ങൾ ഡിജിറ്റൽ ലോകത്തിലൂടെ പെട്ടെന്ന് വിരൽത്തുമ്പിലേക്ക് എത്തുന്ന ആളുകളാണ് ജൻസികളെന്ന് പറയുന്നത്. അവരെ ഒരിക്കലും നമുക്ക് തിരുത്തി മുന്നോട്ട് കൊണ്ടുപോകാൻ സാധ്യമല്ല. മറ്റ് രാഷ്ട്രീയ പാർട്ടികളൊക്കെ ശശി തരൂർ, മഹുവ മൊയ്ത്ര, TMC പോലുള്ള ആളുകളൊക്കെ അവരൊക്കെ ഇവർക്ക് അനുകൂലമായി രംഗത്തെത്തിയിട്ടുണ്ട്. അതൊക്കെ ഇനി എങ്ങനെ ബാധിക്കും, അല്ലെങ്കിൽ ഏത് തരത്തിലുള്ള വിപ്ലവമാണ് ഇവർ സൃഷ്ടിക്കാൻ പോവുക എന്നുള്ളതൊക്കെ സ്വാഭാവികമായും ഏവരും ആകാംക്ഷയോടെ ഉറ്റുനോക്കുകയാണ്. ഈ CJPയുടെ പേജ് കണ്ടാൽ തന്നെ അറിയാം, നമ്മൾ അങ്ങനെ ജൻസികൾ മാത്രമല്ല, ആ പേജ് ഫോളോ ചെയ്യുന്ന രാഷ്ട്രീയ പ്രവർത്തകരുണ്ട്, സമൂഹത്തിൽ മുൻപന്തിയിൽ നിൽക്കുന്ന ആളുകളുണ്ട്. IB റിപ്പോർട്ട് വന്നിട്ടുണ്ട്. ഇത് സൂക്ഷിക്കണം, രാജ്യദ്രോഹമാണ്, പേടിക്കണം, അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെയാണ് IB റിപ്പോർട്ടിലൂടെ പറയുന്നത്. എങ്കിൽ പോലും ഇത് വളരെ അതീവ ഗൗരവമായി ചർച്ച ചെയ്യപ്പെടേണ്ട ഒന്ന് തന്നെയാണ് എന്നതാണ് മനസ്സിലാക്കുന്നത്. കാരണം അത്തരത്തിലുള്ളൊരു ആക്ഷേപം ഉന്നയിക്കുമ്പോൾ അത് ജൻസി കുട്ടികളല്ലേ, ആ തലമുറ എങ്ങനെ ഏറ്റെടുക്കുന്നു എന്നതാണ് പ്രധാന ചോദ്യം. ശ്രീജ സൂചിപ്പിച്ച പോലെ തന്നെ പഴയ കാലത്ത് നമ്മൾ ടെലിവിഷൻ ആയിരിക്കാം, അല്ലെങ്കിൽ പത്രമായിരിക്കാം, പക്ഷെ അതിൽ നിന്നുമൊക്കെ മാറി ചിന്തിച്ച് ഇപ്പോൾ AI കാലഘട്ടം വരെയായി. അപ്പോൾ വീണ്ടും ഡിജിറ്റലിലൂടെയാണ് അവർക്ക് പറയാനുള്ളത്. ജൻസികൾ പറയുന്നത്, അവർ പറയുന്നത് ലിംഗഭേദമന്യേ, മതഭേദമന്യേ എല്ലാവർക്കും കടന്നു വരാനുള്ള ഒരു പ്ലാറ്റ്ഫോമാണ് CJP എന്നാണ് അവർ പറയുന്നത് പോലും. അപ്പോൾ അവരുടെ വിശാലമായ മനസ്സ്, അല്ലെങ്കിൽ അവരുടെ പുതിയ ലോകത്തിലേക്കുള്ള കാഴ്ചപ്പാട് തന്നെ അതിൽ തുറന്നു കാട്ടപ്പെടുകയാണ്. തീർച്ചയായിട്ടും. പക്ഷേ മറുവശത്ത് ചില വാദങ്ങൾ കൂടി വരുന്നുണ്ട്. അതായത് ജൻസികളെ മുൻനിർത്തിക്കൊണ്ട് ഇത് കേന്ദ്രത്തിനെതിരെ മറ്റ് ചിലർ അണിയൊരുക്കുന്ന ഒരു യുദ്ധമുഖമാണ് എന്ന തരത്തിലുള്ള ആക്ഷേപങ്ങളും ഉയരുന്നുണ്ട്. കാരണം ഇതിൻ്റെ അണികളിൽ ഒരാളായിട്ടുള്ള അതായത് തുടങ്ങി വെച്ച ആളെന്ന് പറയുന്നത് AAPയുടെ സാങ്കേതികവിദ്യ കൈകാര്യം ചെയ്തിരുന്ന ആളാണ്. അതുകൊണ്ട് തന്നെ ആളുകൾ പറയുന്നത് ഇത് ഡയറക്റ്റ് ആയിട്ടുള്ള ഒരു അറ്റാക്കാണ് കേന്ദ്രത്തിന് നേരെ. എന്തായാലും ഇതെങ്ങനെ മുന്നോട്ട് പോകും, അതുകൊണ്ടൊക്കെ ആയിരിക്കാം ഒരുപക്ഷെ കേന്ദ്രവും പേടിക്കുന്നത്. പക്ഷേ തെറ്റുകൾക്ക് നേരെ വിരൽ ചൂണ്ടാൻ പുതിയ സമൂഹം അല്ലെങ്കിൽ പുതുതലമുറ തയ്യാറാകുമ്പോൾ സ്വാഭാവികമായും അതൊരു തെറ്റിരുത്തൽ പ്രക്രിയയിലൂടെ പോകാൻ കേന്ദ്രത്തിന് അല്ലെങ്കിൽ ഭരണകൂടത്തിന് ഒരു മുതൽക്കൂട്ടാകും എന്ന് നമുക്ക് പ്രത്യാശിക്കാം. ചീഫ് ജസ്റ്റിസിന് അത്തരത്തിൽ പറയാമോ എന്നുള്ള കാര്യമൊക്കെ ചൂണ്ടിക്കാണിക്കപ്പെടേണ്ടതാണ്.